ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്ട്രോബെറിയും ബ്ലാക്ക് ഗ്രേപ്സും മിൻറ്റും ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം സ്ട്രോബെറി നമുക്ക് വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. സ്ട്രോബെറി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയറ്ററി ഫൈബറിൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. അതുമാത്രമല്ല ആൻറ്റി ഓക്സിഡൻസും വളരെയധികം ഇതിനകത്തുണ്ട്. സോഡിയം ഫ്രീ ആണ്, ഫാറ്റ് ഫ്രീ ആണ്, കൊളസ്ട്രോൾ ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. സ്ട്രോബെറിയുടെ ഒരു സീസണാണിപ്പോൾ. എല്ലാ ഫ്രൂട്ട് ഷോപ്പിലും ഇപ്പോൾ സ്ട്രോബെറി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കിട്ടുന്ന ഈ സീസണിൽ നമുക്ക് ഇതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പോൾ സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ സ്ട്രോബെറി ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രോബെറി ഞാനിവിടെ വളരെ ചെറിയ പീസായിട്ട് മുറിച്ചിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സീഡ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇനി വേണ്ടത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. എല്ലാവർക്കും അറിയാം, സീഡ്ലെസ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. അത് വളരെയധികം വൈറ്റമിൻ റിച്ച് ആണ്. വൈറ്റമിൻ K, A ഉണ്ട്, C ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക് ഗ്രേപ്സ്. അതുപോലെ കിഡ്നി പ്രോബ്ലംസും ഹാർട്ട് ഡിസീസും ഒക്കെ വളരെ നല്ലതാണ് ഈ ബ്ലാക്ക് ഗ്രേപ്സ് കഴിക്കുന്നത്. അപ്പം ഞാനിവിടെ തേനിന് പകരം ഇതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ശർക്കരയാണ്. ശർക്കര കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ജ്യൂസ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി മിൻറ്റും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിൻറ്റ് ചേർക്കുന്ന കാരണം നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ വളരെ ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഇതിപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് വേസ്റ്റ് ഒന്നും പാടില്ല. കുറച്ച് ഗ്രേപ്സിൻ്റെ തോട് മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ട് അരിഞ്ഞു കിട്ടും. അപ്പോൾ ഈ സമ്മർ സീസണിൽ പറ്റിയ ഒരു ജ്യൂസാണിത്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സഡ് ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കുടിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് വേസ്റ്റേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് ഐസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് കുറച്ച് തിക്കാണ്. വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമ്മർ ഫ്രണ്ട്ലി റെസിപ്പീസാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെറാനസ് കിച്ചണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ FB പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നമുക്കിനി മറ്റൊരു സമ്മർ ഫ്രണ്ട്ലി റെസിപ്പിയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനസ് കിച്ചൺ. ബൈ ബൈ.